നിങ്ങളുടെ ക്യാമറമാൻ ചോദിച്ച ഒരു ചോദ്യം 25,000 രൂപ ഇവിടെ വെച്ച് കൊടുത്തിട്ടാണ് ഇപ്പോ അത് തീറ്റ. ഷെയ്ത്താന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ബാലയ്ക്ക് കിട്ടിയ സപ്പോർട്ട് വലിയ സപ്പോർട്ടാണ്. ബാലയെ സംബന്ധിച്ച് ആ കൈമതി തോക്കെന്തിന്. വീട്ടില് ഞാൻ കേറി വന്നപ്പോ എനിക്ക് നീ വെള്ളം കൊടുത്തു മാക്, അന്ത നന്ദിക്കാ ഗുണം. എന്റെ ഗുണം എനിക്ക് മാറ്റാൻ പറ്റും, പാമ്പിന്റെ ഗുണവും മാറ്റാൻ പറ്റും, പക്ഷെ ഒതുക്കാനും പറ്റും, തീർക്കാനും പറ്റും. ചെകുത്താൻ എന്ന് പറയുന്ന ഒരാളുടെ ഇന്റർവ്യൂ എന്താ പറയുന്നത് നമുക്ക് പോലും അറിയില്ല. இந்த நடி இந்த ஆக்டர் கூட பெட்ரூம்ல போய் கிடந்தா யாரை குறிச்சா പറയുന്നത്? സീനിയർ. ബാലയ്ക്ക് തോക്കിന് ലൈസൻസ് ഉണ്ടോ? അത് ചോദിക്കാൻ നിങ്ങൾക്ക് റൈറ്റ്സ്. കൊല്ലം സുധിക്ക് വേണ്ടി കരഞ്ഞ അവള് ലക്ഷ്മി നക്ഷത്രം നാണം ഇല്ലാത്തവരാ? ഇതെല്ലാം പോരാട്ടെല്ലാം கிடையாது. 2 பேர் ஃபைட் பண்ணாத அது ஃபைட். அவெல்லாம் ஆப்போனன்ட் கிடையாது. നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി ബാലയുമായി ബന്ധപ്പെട്ട് കുറേ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മെയിൻ ചാനൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ചെകുത്താനുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ട് ബാലയുടെ ഇന്റർവ്യൂ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ നാട്ടിൽ തിരിച്ചെത്തി. ഇന്ന് തന്നെ ബാലയുടെ കൂടെ ഏറ്റവും നല്ല പ്രവൃത്തിയുള്ള ദിവസം എന്ന് വെച്ചാൽ ലിവർ മാറ്റിവെച്ച കേരളത്തിലുള്ള എല്ലാ കുടുംബങ്ങളും ഒത്തുചേർന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും നിന്നുകൊണ്ടാണ് ഞാൻ ഇത് കൃത്യമായി പറയുന്നത്. ഞാൻ അവിടെ എത്തിയപ്പോൾ ബാലയുടെ സംസാരവും അത് ഏറ്റെടുക്കുന്ന ഓരോ കുടുംബങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി ബാല മറുപടി പറയുന്നു. ഇതെല്ലാം ദൈവനിശ്ചയമാണ്. ഒരു ജീവിതത്തിലേക്ക് ഒരാൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അയാളെ വേട്ടയാടാൻ ചില ആളുകൾ, ആ വേട്ടയാടുമ്പോൾ അയാൾ പോരാടുന്നത് ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രമായിരുന്നു. ആ സ്ത്രീയുടെ കണ്ണുനീരായിരുന്നു അദ്ദേഹം വേട്ടയാടപ്പെടുകയും മോഹൻലാലിനെതിരെ ഒരാൾ ശബ്ദമുയർത്തിയപ്പോൾ, ലാലേട്ടനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ കൃത്യമായി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിന്റെ പിന്നിൽ എന്തൊക്കെയാണ് ബാലയ്ക്ക് മനസ്സ് തുറന്നു പറയാനുള്ളത്? ബാല, നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞു വെച്ചതെല്ലാം കറക്റ്റാണ്. ഞാൻ ഈ വാർത്തകളെല്ലാം കണ്ടു. നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. ജയിലർ പടം കണ്ടോ? തീർച്ചയായിട്ടും. മോഹൻലാൽ എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ഇന്ന് വരെ നിങ്ങൾ ഫുൾ സ്ലീവ് അല്ലേ ഇടുന്നേ? ഇപ്പൊ മോഹൻലാൽ ലാൽ സാർ മാതിരി ഒരു ഷർട്ട് ഇട്ട് ഞാൻ ഹാഫ് സ്ലീവ് ആക്കി. ഇത് വന്നപ്പോ എനിക്ക് ബാല തന്നാണ് കേട്ടോ. ബാല എനിക്ക് തന്നിട്ട് ഇങ്ങനെ അത് പറയാം. ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവ് ഉണ്ട്. പക്ഷെ സെലക്ട് ചെയ്തത് ലാലേട്ടന്റെ ഒരു ഇൻസ്പിറേഷൻ. അതെ അതെ, തീർച്ചയായും. അല്ലേ? അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിനും ഉണ്ട്. ലാലേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനം അല്ലേ? തീർച്ചയായിട്ടും. എല്ലാവരുടെ ബഹുമാനം. നാം ഫസ്റ്റേ പറഞ്ഞു, ചെകുത്താനെ കുറിച്ച് സംസാരിക്കുന്ന മുൻപ് ഒരു കാര്യം പറയാം. ഇത് രജനികാന്തിന്റെ പാൻ ഇന്ത്യ ഫിലിം. രജനികാന്ത് സാറിന്റെ പാൻ ഇന്ത്യ ഫിലിം. ലാലേട്ടന്റെ ഫസ്റ്റ് ഫിലിംസ് ഒക്കെ എടുത്ത് നോക്കുക. ചെറിയ സീനിൽ வந்து വില്ലനായിട്ട് അടിച്ച് തകർത്തിട്ട് പോയി, ചെറിയ കുറച്ച് സ്പേസില്. ജയിലർ പടം കാണുമ്പോൾ ഞാൻ അതാ ഇന്റർവ്യൂല് പറഞ്ഞത്. ലാലേട്ടൻ വന്നു 4 സീനിൽ അഭിനയിച്ചു, തകർത്തിട്ട് പോയി അദ്ദേഹം. ആണോ ഇല്ലയോ? പൂർണ്ണമായിട്ട് അതേപോലും കളിയാക്കി ചെകുത്താൻ പറയുന്നുണ്ട്. ശരി, വേറെ ഒരു ചോദ്യം ചോദിക്കട്ടെ? 2 ദിവസമായിട്ട് എന്നെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. കാരണം FIR ആയി, മാനനഷ്ടപ്പെട കിട്ടും. പോലീസ് അന്തസ്ഥായിട്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവൻ കളിയാക്കി അന്തസ്ഥായിട്ട് പോലീസ് കാര്യങ്ങൾ എടുത്തു, കോടതി എടുത്തു. എല്ലാ നിയമവും എൻ്റെ സൈഡിലുണ്ട്. വേറെ ഒരു കാര്യം കൂടെ പറയാൻ. ഞാൻ ഇന്റർവ്യൂ ഇവിടെ ഇരുന്നിട്ട് ഹൈദർ അലി സാർ ഇവിടെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറമാൻ ഇവിടെ ഉണ്ട്, സുന്ദർ മധുരേടാ, ஆமா தமிழன். டக்குன்னு ஒரு ஆள் எல்லா மலையிலும் സംസാരിക്കുമ്പോൾ ഇവൻ എൻகிட்ட கேட்குறான், அண்ணா நீங்கள் இதை பார்த்தீங்களா அண்ணா அப்படின்றான். அப்போ நான் പറഞ്ഞു കൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, സന്തോഷ് വർക്കി ഭയങ്കര പാവം. അപ്പം ഞാൻ 1 മണിക്കൂറിൽ ഇവിടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടാ പോയത്. നോട്ട് 7 ഹോട്ടലിലായിരുന്നു. അത് കഥകളെല്ലാം എല്ലാവർക്കും അറിയാം. சுந்தர் சொல்லும்போது பார்க்கும்போது நான் பயங்கர ஷாக் ஆயிடுச்சு. இப்போ கடவுள்கிட்ட ஒன்று தான் சொன்னேன், தெய்வமே என் சைடில் ஒரு தட்டும் இல்லை. இப்போ என்னாச்சு? இவன் ചോദിച്ച ഒരു ചോദ്യം നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ ക്യാമറമാൻ ചോദിച്ച ഒരു ചോദ്യം ദൈവം കേട്ടു. ഇപ്പം എന്തായി? ക്ലിപ്പ്, ഓഡിയോ ക്ലിപ്പ് എന്താടാ സുന്ദർ, എന്താ പറഞ്ഞ? നമുക്കൊരു ഡീൽ നടത്തണം, നമുക്കും പൈസ വേണ്ടേ? என்ன சார் தப்பு சார்? ஒரு சத்தியமாக சொல்கிறேன், மினிங்கான 26,000 ரூபா நான் கொடுத்துருக்கேன். இன்னலை 24,000 கொடுத்துருக்கேன்.
நீங்க இருந்தபோது இன்னைக்கு பாத்தீங்கல்ல, അതെ இன்னும் இல்ல நீங்களும் ഉണ്ടായിരുന്നോ? 25,000 ரூபா ഇവിടെ വെച്ച് കൊടുത്തിട്ടാ இப்போ ആ 25 ஆமா இல்லையா கொடுத்துரு சார். என் காசு சார், അത് തീട്ട പരിപാടിണ്ടാണേ. നിങ്ങളല്ല പ്രതികരിക്കേണ്ടത്. വീഡിയോസ് എല്ലാം കണ്ടായിരുന്നില്ലേ നിങ്ങൾ? എല്ലാം കണ്ടിരുന്നു എല്ലാം കണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പം പറയും, ഒരു വ്യക്തി 10 വർഷമായിട്ട് ചീത്ത പറയുന്ന അയാളുടെ ശീലം. അപ്പം ഞാൻ തിരിച്ചു വെച്ചു, 10 വർഷമായിട്ട് ഒരാൾ റേപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം കൂടെ റേപ്പ് ചെയ്യാൻ വിടുവോ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് വന്നിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സാർ, വോയിസ് റേസിന്റെ സമയത്ത് നമ്മൾ റൈസ് ചെയ്തേ പറ്റും. തീർച്ചയായിട്ടും. ആണോ ഇല്ലയോ? ഉറപ്പായിട്ടും. അത് ഈ പറഞ്ഞതുപോലെ ബാല ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കം ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. ഐ എം സോ ഹാപ്പി അബൌട്ട് യുവർ, നിങ്ങൾ ദുബായിലിരുന്നു അല്ലേ? ദുബായിലിരുന്ന് ഒരു നല്ല കാര്യത്തിന് വേണ്ടി രാവിലെ ഓടി എത്തിയില്ലേ? അതാ മനുഷ്യത്വം എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമിൽ വന്നു, ഞാൻ വണ്ടിയിൽ കാറിൽ കയറുമ്പോഴാണ് നിങ്ങളൊന്ന് എന്നെ കൈ കൊടുക്കുന്നത്. ഫോർ എ ഗുഡ് കാസ്, നല്ല ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെപ്പോലെ മീഡിയാസ് ഇരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം വരും. തീർച്ചയായിട്ടും ബാല ചെയ്യുന്ന നല്ല പ്രവൃത്തിക്കെല്ലാം നമ്മൾ മീഡിയാസ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മലയാളീസും അതിനപ്പുറത്തുള്ളവരും ബാലയെ സപ്പോർട്ട്. ഈ ഒരു വിഷയത്തിൽ ബാലയ്ക്ക് കിട്ടിയ സപ്പോർട്ട്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ചൈത്താന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ബാലയ്ക്ക് കിട്ടിയ സപ്പോർട്ട് വലിയ സപ്പോർട്ടാണ്. ബാല പല വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് കമന്റ് വരും ഇതിനു മുമ്പൊക്കെ. പക്ഷെ ഇതിനൊരു നെഗറ്റീവായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാല പറയുന്ന പണി ചെയ്യും. അത്രയ്ക്കും സപ്പോർട്ടാണ്. ഫസ്റ്റ് സപ്പോർട്ട് യാർ தெரியுமா சார்? என் വൈഫ്. തീർച്ചയായിട്ടും എലിസബത്ത്. എല്ലാവരും ഫോണിൽ സംസാരിക്കുമ്പോൾ എല്ലാവരും ചോദിച്ച ചോദ്യം എന്താണെന്നറിയും? എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. എന്ത് വിഷമം? ഞാൻ വീട്ടിലേക്ക് കയറി ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വിഷമം എന്താണെന്നറിയോ? എന്താ രണ്ടെണ്ണം കൊടുക്കാതെ ചോദിക്കുന്നത്? എല്ലാവരും അതാ ചോദിക്കുന്നത്. മാന്യമായിട്ട് ഇറങ്ങി ഒന്ന് പോയിട്ട് അതല്ലേ തോക്കുക എല്ലാം പറഞ്ഞത്. തോക്കുമായിട്ട് പോയി എന്നാണ് പറയുന്നത്. തോക്കുമായിട്ട് CCTV ദൃശ്യങ്ങൾ തോക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ചൈത്താൻ ഒരു CCTV ദൃശ്യങ്ങൾ വാർത്താ സമ്മേളനം നടത്തി പുറത്തു വിട്ടു. അതിലും നിങ്ങൾ ആളുകൾ പുറത്ത് നിൽക്കുന്നതൊക്കെ കണ്ടത്. അതിൽ ചൈത്താൻ പറഞ്ഞത് ഗുണ്ടകളുമായിട്ടാണ് വന്നതെന്ന് പറയുന്നത്. ബാല കൃത്യമായിട്ട് ഞാൻ എന്റെ ഭാര്യയുമായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ ആക്രമിക്കാൻ പോവോ, ഞാൻ ഗുണ്ടകളുമായിട്ട് പോവോ? പലരുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടാവും. അത് ഗുണ്ടയായിട്ട് വ്യാഖ്യാനിച്ചതാണോ? എന്താണ് അതിന്റെ സത്യാവസ്ഥ? അതിൽ ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ ലിവർ ഡോണർ ജേക്കബ് ജോസഫ്, അദ്ദേഹം ഈ ഹാസ് ടു ബി റെസ്പെക്റ്റഡ് ഇൻ ദി സൊസൈറ്റി. സാർ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ വേദന എന്താണ്? ഈ നിമിഷം വരെ എൻ്റെ ഇതിൽ ചാനൽ മുമ്പ് പറയാൻ പറ്റില്ല. ബട്ട് അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹം വലിയൊരു ഗൂണ്ട ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് പുതിയ ലിവർ കിട്ടിയത് കൊണ്ട് ഞാനും ഗുണ്ടാവായി. ഇവള മനുഷ്യനാ. நீங்க எல்லாம் அதை கேட்டு சும்மா இருக்கீங்க. അല്ല, അത് തന്നെയാണ് എന്റെ ചോദ്യത്തിലേക്ക് വരികയും ചെയ്യുന്നത്. നമുക്ക് എന്ത് പകുത്ത് നൽകിയോ? ശരി, നിങ്ങൾ തോക്കിന്റെ കാര്യമല്ലേ? കൈപിടി പിടിച്ചല്ലേ? എന്തൊരു തോക്ക്, നല്ല സ്ട്രോങ്. തീർച്ചയായിട്ടും. അത് ആ കൈമതി. ബാലയെ സംബന്ധിച്ച് ആ കൈമതി, തോക്കെന്തിന്? പക്ഷെ ആരോപണം ഉന്നയിച്ചതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. സാർ, ഞാൻ 7 വർഷം മാർഷൽ ആർട്സ് പ്ലെയർ സാർ, പ്രൊഫഷണൽ കിക്ക് பாக்ஸிங் பிளேயர் சார். அண்ட் எனக்கு என்ன இது இப்படி போட்டிருப்பேன். நான் പറയാൻ പോയത് എന്താണെന്ന് വെച്ചാൽ, 30 വയസ്സിൽ ചിന്തിക്കുന്ന ചിന്താഗതി ഇല്ല 40 വയസ്സിൽ ചിന്തിക്കുന്നത് അല്ലേ? നമ്മുടെ ചിന്താഗതി മാറിക്കൊണ്ടേയിരിക്കും. ഇതേ 30 വയസ്സാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വയലന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തേനെ. 40 വയസ്സിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എന്താ, അയ്യോ എല്ലാവരും നന്നായിരിക്കാം. அப்போ நான் ஒரு ஆக்சிடென்ட்ஸ் வந்து இன்னும் வேதியில் இருந்த ஸ்திரீ മേജറായി ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ആക്സിഡന്റ് ആയി മുഖമെല്ലാം പോയിട്ടും എന്ത് ഭംഗിയാ കാണാൻ അല്ലേ? അപ്പൊ എന്തുകൊണ്ട് யாரோ ഒരാൾ அந்த സ്ത്രീയെ കൊണ്ടുപോയി ஹாஸ்பிட்டலில் அட்மிட் ஆகிக்கிறோம். ஏன் நான் இதெல்லாம் சகாய்க்கிறேன்? ஆக்சிடென்ட் ஆனால் கூட எல்லாரும் நல்லா இருக்கணும்னு நம்ம சகாய்க்கிறோம். அப்போ ஒரு ஆளை போய் அடித்து பம்பரமாக்கி கொண்டு போய் ஹாஸ்பிட்டலில் ഇടുന്നതാണ് എൻ്റെ ജോലി? ഇല്ല. അയാളെ നന്നാക്കാൻ വേണ്ടി ചിലപ്പോൾ ശരി ലിവർ ട്രാൻസ്പ്ലാന്റ് കൂടെ
ஆயிட்டும் 3 மாடி ஒரு மனுஷன் கேறி வரேன், ஸ்டெப்பே ஏறக்கூடாது சார். நான் 3 மாடி ஏறி போயிட்டு நான் என்ன கேட்டேன்? பீஷ்ணப்படுத்தியா, தோக்கெடுத்தா, കുറച്ച് വെള്ളം കൊടുക്കുമെന്ന് കേട്ടேன். അവനും வந்து കൊടുத்தான். മാക്കെന്ന് പറയുന്ന ഏറ്റവും വലിയ ഫ്രോഡ് വെള്ളം വന്ന് കൊടുத்தான். ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ ഇട്ടിരിക്കുന്ന കേസിൽ എന്തുകൊണ്ട് മാക്കിനെ ഞാൻ ഉൾപ്പെടുത്തിയില്ലെന്ന് വെച്ചാൽ அது அடுத்த ചോദ്യமா இருக்கும். நானே என் நன்றி கொன்றார்க்கும் உய்வுண்டாம் உய்வில்லை செய் நன்றி கொன்ற மகருக்கு. வீட்டில் நான் கேறி வந்தப்போ எனக்கு நீ வெள்ளம் கொடுத்து மேக், அந்த நன்றிக்காக உன்னை விட்டுட்டேன். യെസ് വയ്യാണ്ടിരുന്നു, ഇവിടെ എന്ത് ചോര വന്നിരുന്നു മാക്, അതുകൊണ്ട് വെള്ളം ചോദിച്ചാൽ നീ വെള്ളം വന്ന് അന്തസ്ഥായിട്ട് എനിക്ക് തന്നു, അതുകൊണ്ട് നിന്നെ ഞാൻ വിട്ടു. ആ ഒരു മര്യാദയും ആ ഒരു സ്നേഹവും ബാല ആ കേസിൽ കാണിച്ചു. അതാണ് ബാല എന്ന് പറഞ്ഞ മനുഷ്യൻ. சார், நான் முன்னாடி ஒரு இன்டர்வியூல சொன்னேன், ஒரு பாம்பு இருக்கு, பாம்பு என் கையில் ஒரு வாட்டர் பாட்டில். அந்த பாம்பு வந்து அது வெள்ளம் வேணும்னு எனக்கு தோணுது. நான் வெள்ளம் கொடுக்க நேரத்தை பாம்பு என்ன கொத்தி, ஏன் அந்த பாய்சன் கொடுக்கறது பாம்புன்ற குணம், பாய்சன் கொடுக்குற பாம்பு கூட வெள்ளம் കൊടുക്കുന്നത് ഏൻ ഗുണം? എൻ്റെ ഗുണം എനിക്ക് മാറ്റാൻ പറ്റില്ല, പാമ്പിൻ്റെ ഗുണവും മാറ്റാൻ പറ്റില്ല, പക്ഷെ ഒതുക്കാൻ പറ്റും. നമ്മളെല്ലാവരും വിചാരിച്ചാൽ ഒതുക്കാൻ പറ്റും. ഒതുക്കാനും പറ്റും, തീർക്കാനും പറ്റും. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതല്ലേ ഇപ്പൊ കേരളം കാണിച്ചത് അതല്ലേ. കേരളം മാത്രമല്ല, എനിക്ക് എല്ലാ ഫോൺ കോൾ വന്നത് എല്ലാവരും പറയുന്നത്, ഞാൻ എന്തോ ലാലേട്ടനുக்கு വേണ്ടി മാത്രം ഫൈറ്റ് ഇല്ല. இப்போ ஒரு படம் பண்ணி யூ ஆர் ரைசிங் சார், 2-3 വർഷത്തിൽ കൂടെ നിങ്ങൾ കൂടെ പടം പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ആർക്ക് വേണമെങ്കിലും പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, നല്ല ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്യുക, ഒരു ബഡ്ജറ്റ് 3 കോടി. പടം എടുത്തു വരുമ്പോൾ പ്രൊഡ്യൂസർക്ക് മനസ്സിലാവും, അയ്യോ എക്സ്റ്റെൻഡ് ആയി, 2 கோடி கூட எக்ஸ்ட்ராவாகி, அப்போ 5 கோடி ஆகி. அந்த 2 கோடிக்கு அவன் எப்படி தெரியுமா கஷ்டப்படுவான் படம் ரிலீஸ் ஆகி? அவன் ഭാര്യയോட താലി അടമാനം வைப்பான், കാറ് വിൽക്കും, വീട് എഴുതി കൊടുക്കും, നാട്ടുകാർ മുമ്പ് പോയി ഭിക്ഷ ചോദിക്കും, എന്നിട്ട് പടം റിലീസാകും. റിലീസാകുമ്പോൾ അയ്യോ ആരെങ്കിലും ഒരു മനുഷ്യൻ ഇതേക്കുറിച്ച് നല്ലത് പറയുമോ? എനിക്ക് എൻ്റെ ഒരു പടം മൗത്ത് டாக் தானே சார். அன்னு இந்த மாதிரி சேனல்லாம் இல்லையே, பண்டு தொட்டே மவுத் டாக். ஃபஸ்ட்டு வந்து நான் படம் காணாமையே ரிவ்யூ பண்ணுறேன்றான் செகுத்தான். அப்போ ஒரு ஆளெல்லாம் நசிக்கணும், அந்த குடும்பமே நசிச்சு போகும். அந்த குடும்பம் மாத்திரம் இல்லை, சினிமா இண்டஸ்ட்ரியில் அந்த ஆள் ஜெயிச்சார், அந்த ப்ரொடியூசர் ஜெயிச்சார், இனி எத்தனை படங்கள் வரும், எத்தனை டெக்னீஷியனுக்கு ஜோலி வரும். തട്ട് കഴുകുന്ന എത്ര ചേച്ചിയുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ? 24 ക്രാഫ്റ്റ് ഉണ്ട്. ഒരുത്തനുക്കും ജോലി കിട്ടൂലേ? அந்த ஜோலியை நீ முடக்கிட்டு நீ பைசா உண்டாக்கணும் ஒரு மனுஷன். முடியல, இதுதான் சத்தியம். ആ ചോദ്യങ്ങളാണ് സത്യം. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതിലേക്ക് തന്നെ തോക്ക് കൊണ്ട് എന്നാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന്, തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു. തോക്കിന്റെ അവരുടെ CCTV ഉണ്ടെന്ന്, ഒരു തോക്കും നമ്മൾ ആ CCTV കണ്ടിട്ടില്ല. അതിൽ കുറെ ആളുകൾ ഉണ്ടെന്ന് പറയുന്നു, അത് മാത്രം CCTV കണ്ടു. ആ ആളുകൾ ആരായിരുന്നു? സാർ, ഇപ്പൊ ഞാൻ സത്യം പറയാണ്, വണ്ടിയിൽ പോയപ്പോ CCTV വെക്കാൻ ഇപ്പുറത്തെ സൈഡ് എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും. ഇപ്പുറത്തെ സൈഡ് എൻ്റെ ലിവർ ഡോണർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ വളരെ ഒരു റിമെമ്പറിങ് ഡേറ്റ് ആണ്. ഞാൻ ഇവിടെ പോയിട്ട് ഞാൻ സംസാരിച്ച് പെട്ടെന്ന് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ആവും ഞാൻ വിചാരിച്ചില്ല, പെട്ടെന്ന് വരാൻ. അപ്പോൾ ഓബ്വിയസ്ലി ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ ചേട്ടാ ഞാനും കൂടെ വരാം. ഇപ്പം വിനു എൻ്റെ കൂടെ ഉണ്ട്. അവൻ പറഞ്ഞു, വേണ്ടടാ, ഇല്ല ഞാൻ വരാൻ ചേട്ടാ കൂടെ. അപ്പൊ എന്നോട് ജിം ട്രെയിനർ ഓബ്വിയസ്ലി എൻ്റെ കൂടെ വരണം, ഹെൽത്ത് നോക്കുന്ന ആളുകൾ. സന്തോഷ് വർഗിക്ക് ആ വീട് അറിയില്ലോ. സന്തോഷ് നീയേ പോയി ബെല്ലടി. ഡോർ തുറന്നായിരുന്നു, ഞങ്ങൾ എന്തെങ്കിലും ആക്രമിച്ചോ? ഇല്ല, അങ്ങനത്തെ ഒരു ദൃശ്യങ്ങളില്ല CCTV-യിൽ. സന്തോഷ് വർഗില്ലേ തുറന്നത്? അതെ. എന്നിട്ടല്ലേ ഞാൻ പോയത്. എങ്ങനെ ആക്രമിച്ചു, എന്താ ചെയ്തത്? ഞാൻ ഫസ്റ്റ് പറഞ്ഞെന്താ,
செம காமெடி சொல்கிறேன். ஃபஸ்ட்டு வந்து லேப்டாப் அடித்து பொழிக்கான்னு ശ്രമിച്ചു. அடுத்து ഫ്രിഡ്ജ് അടിച്ച് പൊളിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇറങ്ങി 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 അവസാനം തെർമാക്കോലിൽ എത്തി. റേറ്റ് ഭയങ്കര കുറഞ്ഞു പോയി. തെർമാക്കോല പൊട്ടി. ചിരി അവിടെ വീട്ടിൽ കുറെ ഡ്രസ്സുകളൊക്കെ അലങ്കോലപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. സാർ അത് പഞ്ച് ഡയലോഗ് മുമ്പേ ഞാൻ പറഞ്ഞു, അവൻ സൈസ് വേറെ ഞാൻ സൈസ്. അല്ല, ഇതെന്തിനാണ് ഈ ഡ്രാമ? யாரு அவன் இல்லை சார். அது தெளிவாக ஆடியோ கிளிப்பில் பாலாவை இங்கூடு வருத்தணும். இப்போ பாலா பிரதியாகி, பிரதின்னு வச்சால் இட்ஸ் ட்ரெஸ் பாசிங். ஒருத்தர் வீட்டுக்கு போகும்போது மானியனாയിട്ട് போய் സംസാരിക്കാൻ ഞാൻ പോയപ്പോൾ ഹി മേഡ് ഇറ്റ് ആസ് എ ട്രെസ് പാസിങ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര മണിക്ക് ഞാൻ പോയി? 5 മണിക്കല്ലേ? ஏன் 11:30? ஐயோ பேடி, ஐயோன்ற மேக் ஆக்டிங். இந்த അവൻ പേരിന് മാക് അങ്ങനെ വിളിക്കുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഉറങ്ങുമ്പോൾ ബാലയുടെ മുഖമാണ് വരുന്നത്. അவ்வளோ നിനക്ക് പേടിയാണെങ്കിൽ അടുത്ത സെക്കൻഡ് 100ன்னு വിളിച്ചാൽ, இல்லை തൃക്കാക്കര സ്റ്റേഷൻ யூடியூப்பில் போட்டால் அப்பயே ஸ்டேஷன் நம்பர் வரும்ல. அப்போ 6:30 மணிக்கூர் നിങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ട് കേസിന് പോയി. അപ്പൊ തന്നെ പോലീസ് ചിരിക്കുമോ ഇല്ലയോ? പിന്നെ അല്ല, പോലീസ് കേസെടുക്കാൻ പറ്റില്ല. அவ்வளோ പേടിனா அடுத்த செகண்ட் கூப்பிட்டுருக்கணுமா இல்லையா? சரி வேண்டாம், நான் ബഹളം ഉണ്ടാക്കിയാൽ തൊട്ടടുത്ത വീട് അത് CCTV. അവർ ആരെങ്കിലും പുറത്ത് വന്ന് എന്തെങ്കിലും കേട്ടോ? ശബ്ദം എന്തെങ്കിലും കേട്ടോ? ഇല്ല. ബാല പോയത് ബാലയ്ക്ക് വേണ്ടി അല്ല. അതെ, അതാണ് സത്യം. സാർ സിമ്പിൾ ചോദ്യം. നിങ്ങളും ഒരു അച്ഛനാണ് അല്ലേ? അന്തസ്ഥായിട്ട് ഒരു കുടുംബമുണ്ട് നിങ്ങൾക്ക്. ചെകുത്താൻ എന്ന് പറയുന്ന ഒരാളുடைய ഇന്റർവ്യൂ വെച്ചിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വരും അവൻ പറയുന്ന വാക്കുകൾ എന്താ പറയുന്നത് നമുക്ക് പോലും അറിയില്ല. മാ പൂ മോലെ അങ്ങനെ ഇന്റർവ്യൂസ് പുറത്തും വന്നിട്ടുണ്ട്. എല്ലാം അത് തന്നെയാണ്. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് പോലീസ് കംപ്ലൈൻറ്റ് ആയ ശേഷവും എന്നെ മാ യൂസ് ചെയ്ത് നേ അങ്ങനെ പറഞ്ഞു. ഇപ്പം പോലും എൻ്റെ ബഹുമാനം ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം ആ വേർഡ് പോലും ഞാൻ എടുത്ത് നിങ്ങളുടെ ചാനലിൽ ഞാൻ പറയുന്നില്ല. ഇവனுக்கு யார் லைசன்ஸ் கொடுத்தது? നിങ്ങൾ എല്ലാവരും കൊടുത്തിട്ടീங்களா? ഇതിനിവിടെ സൈബർ ആക്ട് നിയമമില്ലേ? നിയമം വരും സാർ. அதுக்கு தான் ஃபைட் பண்ணுறேன். வரணும் சார். എൻ്റെ മകളുടെ പേര് ഞാനാണ് 5 മാസം വയറ്റിലിരിക്കുമ്പോൾ ഞാനാണ് ഫസ്റ്റ് വിളിച്ചത് പാപ്പുന്ന്. എൻ്റെ മകളെ പേര് അവന്തിക, പേര് വെച്ചത് ഞാനാണ്. 7 തുടങ്ങണമെന്ന് പറഞ്ഞത് അമൃതാവായിരുന്നു. അവന്തികന ശിവനോட പേരായിരുന്നു. ശിവൻ വന്ന് താമസ ഈസ് എ പ്രിൻസസ്, അങ്ങനെയാണ് വെച്ചത്. എൻ്റെ മകൾ ഇപ്പോൾ നിയമപരമായിട്ട് എൻ്റെ മകൾക്ക് ഇപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഇല്ല. ഞാൻ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. മനസ്സുകൊണ്ടാവാം, ന്യായം കൊണ്ടാവാം ഈ ഭൂമിയിൽ, പക്ഷെ നിയമപരമായിട്ട് ഞാൻ മാറി നിൽക്കുന്നത്. എൻ്റെ മകൾ വളർന്നു വരുമ്പോൾ ഈ വാക്കുകളൊന്നും അവൾ കേൾക്കാൻ പാടില്ല. 10 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂട്യൂബ് തുറന്ന് എല്ലാ വീഡിയോസും എല്ലാ റീൽസും കാണാൻ പറ്റും. യു ഹാവ് ടു ബി എൻ എക്സാമ്പിൾ. നിങ്ങളൊരു ഉദാഹരണമായിരിക്കണം. ഹൈദർ സാർക്ക് வந்து ஒரு இன்டர்வியூவில் தேசியம் வரணும்னு வச்சோம். ஆப்வியஸ்லி நீங்கள் வந்து ഷൗട്ട് ചെയ്യും ദേഷ്യം വന്ന് ന്യായത്തിന് വേണ്ടി. പക്ഷെ ദേഷ്യപ്പെടുന്നത് വേറെ, ചീത്ത പറയുന്നത് വേറെ. തീർച്ചയായും മനസ്സിലാവുന്നുണ്ടോ? ദേഷ്യം എല്ലാ മനുഷ്യനും വരുന്നതാ. വൺ ഓഫ് ദി ക്വാളിറ്റി ഓഫ് എ ഹ്യൂമൻ ബീങ്, ഇമോഷൻ ഓഫ് എ ഹ്യൂമൻ ബീങ്. ബട്ട് ചീത്ത എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് എ ഹ്യൂമൻ ബീങ്. ഇനി വേണ്ടാன்றேன். அதான் நான் ஃபர்ஸ்டே சொன்னேன். இட் இஸ் நாட் அ சஜஷன், இட்ஸ் மை டெசிஷன். பாப்போமே. மான நஷ்ட வழக்குன்னா பாலாக்கு கிடையாது, மிஸ்டர் ஹைதர் அலிக்கும்
உங்க ஒய்ஃபுக்கும் என் ஒய்ஃபுக்கும் இந்த பூமியில பிறந்த எல்லா பெண்களுக்கும் போடுறேன், மிஸ்டர் மோகன்லாலுக்கும் சேர்த்து தான் சொல்றேன். சார் பத்மபூஷன் என்ன சார் சொல்லுங்க சார்? என்ன கேரளா ஸ்டேட் கொடுத்ததா? എന്ത് ബഹുമതിയാണത്? லெப்டினன்ட் கர்னல் தான் என்ன கேரளா ஸ்டேட் கொடுத்ததா? இல்ல, ഇന്ത്യൻ ഗവൺമെന്റ് ബഹുമാനിക്കണ്ടേ? നമുക്കൊരു ഒരു ഒരു അദ്ദേഹത്തിനെ കുറിച്ച് ഇവൻ ஸ்விம்மிங் பூலில் 13-14 பெண்ணுங்களை வச்சுக்கிட்டு நியூடா வந்து பார்ட்டி நடத்துகிறான், எல்லாரையும் ட்ரெஸ்ஸை ஊறிட்டு அப்படின்னா மோகன்லால் சார் அப்படி வச்சிரும், அப்படி வைக்கான். அப்போ அந்த 13 பெண்ணுகள் ட்ரெஸ்ஸு ஊறிட்டு நிற்குன்னு சொல்கிறானே, அப்போ நம்மளோட கேரளாவோட கல்ச்சர் பற்றி தான் நம்ம பேசுகிறோம். ஏன் ரியாக்ட் பண்ணுற நீங்கள் எல்லாரும்? எனக்கு அப்படி இருந்துச்சு. ബാലയ്ക്ക് എന്ത് പെട്ടെന്ന് അതിലേക്ക് പോകാൻ പറ്റും? പെട്ടെന്നാണ് ബാല ഈ ഒരു സുപ്രഭാതത്തിലാണ് ഇറങ്ങുന്നത്. ബാല കുറെ നാളായിട്ട് ബാല ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നു. ഇല്ല 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 ഇല്ല, പെട്ടെന്നും ഒന്നും സംഭവിക്കണം. ഐ എം ജസ്റ്റ് എ ടൂൾ ഓഫ് ഗാഡ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളാരും ഒരുപക്ഷെ താങ്കൾ ഇതിനെ എതിർത്ത് നിൽക്കുവാണെങ്കിൽ ബാല വന്നിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ സൈബർ ക്രൈം വന്ന് ചോദിക്കുവാണെങ്കിൽ ബാല വന്നിട്ടുണ്ടാവില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ വന്നിട്ടുണ്ടാവില്ല. ആരും വന്നില്ല. ഒരുപക്ഷെ നടന്മാരൊക്കെ വന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടാവില്ല. എന്നെ ഏൽപ്പിച്ചതുപോലെ തോന്നി. ആരും ഇതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താതിരുന്നപ്പോഴാണ് ബാല വരുന്നത്. ആ ബാലയുടെ വരവാണ് ഇപ്പോൾ സമൂഹം മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി ഒരുമിച്ച് ചെന്നാൽ ഇത്തരക്കാർക്കെതിരെ കൃത്യമായ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നല്ല ശ്രദ്ധിച്ച് കേട്ടോ. വീട്ടിൽ എങ്ങനെ ഒരു കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പം നിങ്ങളൊരു അച്ഛനാണ്, നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഓഫീസിലെത്തുമ്പോൾ കുറച്ച് ലേറ്റായി പോയിന്ന് വെച്ചു. നിങ്ങളുടെ മകളാ മോനാ? മകൾ വെച്ചോ. അപ്പം നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ ബോസ് എടുത്ത് ഞാൻ ഇവിടെ എത്തിയേട്ടോ, എടപ്പള്ളി എത്തിയേട്ടോ, പക്ഷെ നിങ്ങൾ വൈറ്റിലല്ലോ ഉള്ളത്. അപ്പം മകൾ ഇത് കേട്ടോണ്ടിരിക്കുക. അപ്പം അച്ഛൻ കള്ളം പറയുന്നുണ്ട്. അച്ഛനേ കള്ളം പറയുന്നുണ്ട്, അപ്പം എനിക്കും കള്ളം പറയാം. ലൈസൻസ് നിങ്ങൾ കൊടുത്തിട്ടീங்க നിങ്ങളുടെ മകൾക്ക്. അപ്പോൾ കുട്ടികൾ ഭയങ്കര ശ്രദ്ധ വരും, അവർക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആണെവിടെ പെണ്ണ് പെട്ടെന്ന് പഠിക്കും. 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് പോയി നോക്കണം. പെണ്ണുകളാണ് ഹൈറ്റ് കൊടുത്തിട്ട്, ആണിൻ്റെ ഹൈറ്റ് പിന്നെയാണ് കൂടുന്നത്. പെണ്ണുങ്ങളായിരിക്കും ഫസ്റ്റ് ഹൈറ്റ് ടാളായിരിക്കും. അവർ പെട്ടെന്ന് പിടിക്കും. സോ യു ആർ ഇൻഫ്ലുവൻസിങ് ദ സൊസൈറ്റി വിത്ത് ബാഡ് വേർഡ്സ്. இனிமே நடக்காது, இனியும் நடக்கிല്ല. தமிழ்நாட்டில் ஏன் ஹிந்துவில் என்னுடைய பேப்பர், சென்டர் ஆஃப் ஹிந்துவில் என்னுடைய இது இட்டு, ஏன் ஓப்பனா சொல்றேன், பைல்வான் ரங்கநாதன் தம்பி ஒன்று தெரியுதுல்ல, இந்த நடி இந்த ஆக்டர் கூட பெட்ரூம்ல போய் கிடந்தா സത്യം തന്നെ. യാരെ കുറിച്ചാ പറയുന്നത്? സീനിയർ ആക്ടേഴ്സ്, നമ്മൾ കൈകൂപ്പി ബഹുമാനിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നെ കുറിച്ച് പറയാൻ പറയാം, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കുറിച്ച് പറയാൻ പറയാം. ഇപ്പൊ ഞാൻ சொல்றேன், നിങ്ങളുടെ ചാനലിൽ പറയില്ല. ഏൻ ഒരു നടൻ പോലും ചോദിച്ചിട്ടില്ല. ഏൻ ഹിന്ദു പേപ്പറിലെ സെന്ററിൽ അവരിട്ടു എൻ്റെ പേര്? കാരണം ഒരു മനുഷ്യൻ പ്രതികരിച്ചു ഇതിനു വേണ്ടി. ഒറ്റ ഒരു മനുഷ്യൻ. എന്നെ നിങ്ങൾ നടനായിട്ട് കരുതിയോ ഇല്ലയോ എനിക്ക് ആവശ്യമില്ല. ആസ് എ സിറ്റിസൺ ഞാൻ പ്രതികരിച്ചു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്തു.
അപ്പൊ എല്ലാവരുടെ മനസ്സിലും ആഗ്രഹം ഉണ്ടല്ലേ? 100%. 100% ഉണ്ടല്ലേ? ഉണ്ട്. ഈ ചിരിയിലില്ലേ? ഉം. 100% കൃത്യമാണ്. ബാല, അതിനകത്ത് ഇനിയും 2 കാര്യങ്ങൾ. ബാല ഒരു ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ, ഒരു ചർച്ച നടക്കുമ്പോൾ അത് ഭയങ്കര ട്രോളായിട്ടുണ്ട്. കേരളത്തിൽ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉം. അപ്പൊ ലൈസൻസ് ഇല്ല. അപ്പൊ തമിഴ്നാട്ടിൽ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് വന്നത്? നിങ്ങൾ ചോദിക്കേ, നിങ്ങൾ ചോദിക്കേ. ബാലയ്ക്ക് തോക്കിന് ലൈസൻസ് ഉണ്ടോ? അത് ചോദിക്കാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല. അപ്പൊ കേരളത്തിൽ ലൈസൻസ് ഉണ്ടോ? അത് ചോദിക്കാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല. തമിഴ്നാട്ടിലോ? റൈറ്റ്സ് ഇല്ല. ഇല്ല. അത് ഭയങ്കരമായിട്ട് വൈറലായി ആ ചർച്ച. സത്യമില്ല ഞാൻ പറഞ്ഞത്. സത്യം ഞാൻ പറഞ്ഞത്. യു ഷുഡ് നോട്ട് ആസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. ലീഗലായിട്ട് നിങ്ങൾ നോക്ക്. ഇല്ല, ഇല്ല, റൈറ്റ്സ് ഇല്ല ചോദിക്കാൻ. അപ്പൊ ഞാൻ ഇനി സത്യസന്ധമായിട്ട് ചോദിച്ചാൽ ലൈസൻസ് ഉണ്ടോന്ന് ചോദിച്ചൊന്നും അപ്പോഴും റൈറ്റ്സ് ഇല്ല എനിക്ക്, അല്ലേ? എങ്ങനെ? തോക്കിന് ലൈസൻസ് ഉണ്ടോ? തോക്കിന് ലൈസൻസ് ഉണ്ട്. എനിക്കുണ്ടെന്നാ ചോദിച്ചത്. അല്ല, തോക്കിന് ലൈസൻസ് വേണം. എനിക്കുണ്ടല്ലോ ചോദിച്ചത്. അത് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ തോക്കിന് ലൈസൻസ് ഉണ്ടോന്ന് ചോദിക്കണ്ടത്. ബാലയ്ക്ക് ലൈസൻസ് ഉണ്ടോന്നല്ല ചോദിക്കണ്ടത്. ചിലപ്പോൾ എനിക്ക് തോക്ക് ചെന്നൈയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് ലൈസൻസ് ഉണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. ഇല്ലേ? പിന്നെ 100% ഉണ്ടാവും. ആ ചോദ്യത്തിൽ പ്രസക്തി പോലും ഇല്ല, അല്ലേ? നമ്മൾ പറയാൻ പാടില്ല. ആസ് പെർ ദ ലോ നമ്മൾ പറയാൻ പാടില്ല. നിയമപരമായിട്ട് ഞാൻ പറയാം. ഐ കനോട്ട് ഡിക്ലെയർ ദാറ്റ്. ഐ ഷുഡ് നോട്ട്. ഈ ചൈത്താനുമായിട്ട് തുടങ്ങുന്നത് എനിക്കൊന്ന് ബാലയുടെ ഒരു വീഡിയോയുമായിട്ട് നമ്മുടെ ചൈത്താൻ, എനിക്കൊന്ന് ബാല ആ ലക്ഷ്മി നക്ഷത്രയുടെ കേസിൽ ബാല കൃത്യമായി അപ്പൊ നിങ്ങൾ ദുബായിലായിരുന്നു? ഞാൻ ദുബായിൽ. ലക്ഷ്മി നക്ഷത്രയുടെ കേസ് കൃത്യമായി പറഞ്ഞു. സുധി മരിച്ചപ്പോൾ ലക്ഷ്മി ഒരു വീഡിയോ ഇട്ടു. അതിനെതിരെ ഭയങ്കര മോശമായിട്ട് ഒരു സ്ത്രീ എന്ന് പോലും പരിഗണന കൊടുക്കാതെ നാണം വേണ്ട എന്നൊക്കെ ചോദിച്ചു. ഒരാൾ മരിച്ചു കിടക്കുമ്പോ ഒരു കലാകാരൻ ഇത്രയും വർഷം കൂടെ ഇരുന്ന് ഒരു കലാകാരൻ മരിച്ചു കിടക്കുമ്പോ അതിനെ കരഞ്ഞത് നാണക്കേടില്ലേ എന്ന് പറഞ്ഞു. അവിടെ ചോദ്യമുണ്ട്, അത് വിറ്റ് പൈസ. കലാഭവൻ മണി സാറ് മരിച്ചപ്പോ കേരളം മുഴുവൻ കരഞ്ഞു. ആണോ ഇല്ലയോ? തീർച്ചയായിട്ടും. 1.5 ലക്ഷം പേര് ആലപ്പിയിലിருந்து 1.5 ലക്ഷം പേര് ക്യൂ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോ കലാഭവൻ മണി സാർക്ക് മുമ്പ് മമ്മൂട്ടി സാറും കരഞ്ഞിട്ടുണ്ട് വേദിയിൽ വെച്ചിട്ട്, കണ്ണ് നിറഞ്ഞ്. അപ്പൊ ഒരാൾ മരിക്കുമ്പോ കരയുന്നത് ആർക്കും നാണമില്ലാണ്ടാ കരഞ്ഞത്? മണിച്ചേട്ടൻ എന്തുമാത്രം നന്മ ചെയ്തു. അദ്ദേഹം ഭൂമിയിലിருந்து പോകുമ്പോ ഓബ്വിയസ്ലി എല്ലാവർക്കും മനസ്സ് സങ്കടം. ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ நம்ம கரைஞ்சதெல்லாம் நம்மள நாணம் இல்லாத ஆளுகளா? கொல்லம் சுதிக்கு வேண்டி கரைஞ்ச அவளு லக்ஷ்மி நட்சத்திரம் நாணம் இல்லாதவளா? அப்ப நான் மறிச்சாலும் எனக்கு வேண்டி கரைஞ்ச எல்லாம் நாணம் இல்லாதவரா? என்ன തെറ്റല്ലേ? 100%. പിന്നെ കാര്യത്തിലേക്ക് വരാം. he'll be arrested 100%. ഉറപ്പാണ്. ജയിലിൽ വരുന്നത് പോലെ തന്നെ നീ ரொம்ப പോയിട്ട് முடிச்சிட்டு தான் விட முடியும் இல்லையா? ഈ പോരാട്ടം തുടരും. போராட்டம் தான் சார். சிங்கத்துக்கும் எலிக்கும் எல்லாம் காம்ப்ரமைஸ் கிடையாது. சும்மா காமெடி பண்ண இதெல்லாம் போராட்டம்லாம் கிடையாது. 2 பேர் ஃபைட் பண்ணாத அது ஃபைட்டு இல்லையா? அவெல்லாம் ஆப்போனன்ட் கிடையாது. பட் இதை நான் ரைஸ் பண்றது வேற ஒன்றும் இல்லை சார். இப்போ இந்த நிமிஷம் சார் போலும் இங்க இருந்து இன்டர்வியூ எடுக்கிறது ரீசன் என்ன? we are creating an awareness. இனிமே சேனல் முன்பு மொபைல் எடுத்து ஒரு ஃபோட்டோ பார்த்தேன், செகுத்தாண்ட ஃபோட்டோ. சேனலில் சொல்ல முடியாது. பெண்ணுகளை குறித்து இப்படி சொல்கிறீங்க இல்லை, இந்த ட்ரெஸ் எல்லாம் எப்படி, அவன் என்ன ட்ரெஸ் போட்டு அப்படி ஒரு ஃபோட்டோ பப்ளிக்லி அவன் இட்டிருக்கான். பண்டு இப்போ இல்லை கேட்டா, பண்டு
സാർ എൻ്റെ മനസാക്ഷിക്ക് അറിയാം ഞാൻ ചെയ്യുന്നത് കറക്റ്റ്. അല്ല, ബാലയുടെ മനസാക്ഷിക്ക് അറിയാവുന്നതിനപ്പുറം മറ്റുള്ള ജനങ്ങൾക്കും അറിയാം. എല്ലാവരും ബാലയ്ക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ബാലയുടെ മനസ്സറിയാം. ബാല പോരാടിയത് ബാലയ്ക്ക് വേണ്ടിയല്ല. ബാലയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ബാല പോരാടിയത് പല ആളുകൾക്കും എതിരെ സംസാരിച്ചപ്പോൾ, എനിക്കൊന്ന് വിനായകനെതിരെ വീഡിയോ ബാല ഇട്ടപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വിനായകൻ പറഞ്ഞതിനെതിരെ ബാല പ്രതികരിച്ചപ്പോൾ അതും കളിയാക്കിക്കൊണ്ട് തന്നെ ചെയ്താൻ രംഗത്ത് വന്നിരുന്നു. വിനായകൻ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് പോയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം, മരണത്തിനെ പോലും കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സംസ്കാരം ഇല്ലെന്ന് പറഞ്ഞു. എവിടെയും ഞാൻ അടുത്ത് ഒരു ചീത്ത വാക്കുകളോ ദേഷ്യമോ ഞാൻ കാണിച്ചിട്ടില്ല. ദീപാവലി പോലും വേണ്ടാന്ന് പറയുന്ന ആളാണ് ഞാൻ. അസുരൻ മരിച്ചதை നീ ആഘോഷിக்கிற, ഒരാൾ മരിച്ചിട്ടാണേ അവൻ അപ്പം നിമിഷം ദൈവത്തിക്കിട്ട പറയും. അപ്പം മനുഷ്യന്മാർ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടി സാർ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ചാണ്ടി ഉമ്മനും എനിക്കറിയാം. ബട്ട് അത് അങ്ങനെ ഞാൻ പറഞ്ഞു, യെസ് ഇറ്റ് ഇസ് റോങ്. ഒരാൾ അങ്ങനെ പറഞ്ഞത് അത് എനിക്കത് ഏൽക്കാൻ പറ്റില്ല. ബട്ട് വിനായകനത് കേൾക്കണം. ജയിലർ പടത്തിൽ എനിക്ക് വിനായകനെ കണ്ടപ്പോൾ ബഹുമാനം തോന്നി. ത്രൂ ഔട്ട് രജനീകാന്ത് പോലെ ഒരു ലെജൻഡ് ഓപ്പോസിറ്റായിട്ട് ഇത്രയും വലിയ ക്യാരക്ടർ ചെയ്തപ്പോൾ ബഹുമാനം തോന്നി. ആക്ടിങ് ഇസ് എക്സ്ട്രാഡിനറി. ബട്ട് நம்ம லைஃப்பில் நம்ம எத்தனை பேரை நம்ம இன்ஃப்ளூயன்ஸ் பண்ணுறோம் ஒரு ஆக்டிங்கில். யூ ஷுட் பி அன் எக்ஸாம்பிள், ஒரு ഉദാഹരണമായിട്ടിരിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് 1,00,000 പേരോ 10,00,000 പേരോ കേൾക്കും അല്ലേ? അപ്പോൾ റിയൽ ലൈഫ് വേറെ, സിനിമ വേറെ. സിനിമയിൽ സിഗരറ്റ് പിടിക്കാം, കള്ളു കുടിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാം. റിയൽ ലൈഫിൽ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ഞാൻ കള്ളു കുടിച്ചിട്ട് സിഗരറ്റ് അടിച്ചാൽ സൂപ്പർ മാസിന് ഒരുത്തൻ എന്തെങ്കിലും മോശമാക്കുക, ഒരുത്തൻ അങ്ങനെ ആയാൽ, ഒരു കുട്ടി അങ്ങനെ ആയാൽ തെറ്റിയാർക്ക്, ഈ വ്യക്തിക്ക് അത് തിരിച്ചറിയണം. സിനിമ ഇസ് ഡിഫറെൻറ്റ്, റിയൽ ലൈഫ് ഇസ് ഡിഫറെൻറ്റ്. ഞാൻ വിനായകനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറയേണ്ടാമായിരുന്നു പുള്ളി. സിനിമ സൂപ്പർ പുള്ളി ചെയ്തത്. രണ്ടും ഒന്നായാൽ നന്നായിരിക്കും. സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കണം, ജീവിതത്തിൽ അഭിനയിക്കേണ്ട. നമ്മളായിട്ടിരിക്കണം, നമ്മളായിട്ട് ജീവിച്ച് കാണിക്കണം. ഈ പറഞ്ഞത് ആറാട്ടണ്ണൻ കഴിഞ്ഞ ദിവസം അത് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞുവെങ്കിലും ഞാൻ ചോദിക്കാം. ആറാട്ടണ്ണനുമായിട്ട് ബന്ധങ്ങളുണ്ട്. ലാലേട്ടൻ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പം പറഞ്ഞപ്പോൾ ലാലേട്ടൻ അതെനിക്ക് തെറ്റുപറ്റിയെന്നൊക്കെ ആറാട്ടണ്ണൻ പറഞ്ഞു. പിന്നീട് ചെയ്ത്താനുമായിട്ട് വിഷയം ചെയ്ത്താൻ അവിടെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിരുന്നു. ലാസ്റ്റ് ആറാട്ടണ്ണൻ ഒരു വീഡിയോ ഇട്ടത്, ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദി ബാലയും ചെയ്ത്താനുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീടും ആറാട്ടണ്ണൻ ബാലയുടെ അടുത്ത് വരുന്നു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ഈ ആറാട്ടണ്ണൻ ഒരു പാവ പോലെ നടക്കുകയാണോ? അദ്ദേഹത്തിന് ഒരു എന്താണ്? അദ്ദേഹത്തിന് വയ്യാതിരിക്കുക. என் வீட்டில் யார் வந்தாலும், அதாவது விருந்தோம்பல்னு நம்ம പറയും തമിഴ്നാട്ടിൽ, എന്നെ നിങ്ങൾ കൊത്തി കൊല്ലാൻ വന്നാൽ പോലും എൻ്റെ വീട്ടിനകത്ത് കയറിയാൽ ആദ്യം ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. அதான் விருந்தோம்பல் தமிழில் சொல்லுவாங்க. உன்னோட இன்டென்ஷன் என்னை கொல்றது தான், வா சாப்பிடு. எங்க அம்மா கையால போட்ட சோறை நீ சாப்பிட்டா உன் மனசு கூட மாறிடும், நின்ற சிந்தாகதியே மாறிடும். அதுதான் விருந்தோம்பல். ஏன் സന്തോഷ് വർക്കി എപ്പോൾ വേണാൽ ബാക്കൗട്ട് ആയിരിക്കലാമേ? എന്തുകൊണ്ടാ വോയിസ് ക്ലിപ്പ് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ, തന്നെയല്ലേ പുള്ളിട്ട്. അതെ അതെ അതെ. അയാൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, അമ്മ, അയാൾക്ക് ഒരു സപ്പോർട്ടും ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളി അമ്മ മരിക്കാറായി, എൻ്റെ അമ്മ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോലെ ഒരാൾ എന്നെയും വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഇവിടെ വന്നോട്ടേ എന്ന് പറഞ്ഞിട്ടാണ് ചില ദിവസങ്ങൾ ഞാൻ പറയാതെ പോലെ ഇങ്ങോട്ട് വന്നിരിക്കും. ഹി ഈസ് ഡിസ്റ്റർബ്ഡ്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ സന്തോഷ് വർക്കിക്ക് ലാലേട്ടൻ്റെ ഫാൻസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേഷ്യൻ്റ് വരെ സാർ,
പേഷ്യൻ്റ് പറയുന്നവൻ വേറെ, പിശാസിന് പറയുന്നവൻ വേറെ. രണ്ടத்துக்கு വ്യത്യാസം இருக்கு. സന്തോഷ് വർക്കി ഒരു പേഷ്യൻ്റ്, ചെകുത്താൻ ഒരു പിശാസ്. രണ്ടத்துக்கு വ്യത്യാസം இருக்கு. വലിയ വ്യത്യാസമാണ്, വലിയ വ്യത്യാസമാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ സന്തോഷ് വർക്കിയെ നമുക്കറിയാം. സന്തോഷ് വർക്കി ഒരു ആറാട്ട് സിനിമ ഇറങ്ങിയപ്പോഴാണ് സന്തോഷ് വർക്കി ആറാടുകയാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞാണ് രംഗത്ത്. ആ പേര് തന്നെ സന്തോഷ് വർക്കി വീഴുകയും ചെയ്തു. ആറാട്ടണ്ണൻ എന്നാണ് പേര് പറയപ്പെടുന്നത്. ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സന്തോഷ് വർക്കി വലിയൊരു എവിഡൻസ് ആണ്, വിറ്റ്നസ് ആണ് ഈ വിഷയങ്ങളുമായിട്ട്. ബാലെ അവിടെ കൊണ്ടുപോകുന്നത് വിറ്റ്നസ്, ചെയ്ത്താൻ പറയുന്നതിന് വിറ്റ്നസ്, ലാസ്റ്റ് അദ്ദേഹം ആത്മഹത്യ എന്ന് പറയുന്ന വിറ്റ്നസ്, പിന്നീടും ബാലയുടെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹമാണ് ഒരു തെളിവ്, പോലീസിനുള്ള തെളിവ്. അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോ വേണമെങ്കിൽ മാറാം. ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കണം, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ദ ബ്രില്യൻറ്റ് പീപ്പിൾ. ചെയ്ത്താൻ എന്താ പറഞ്ഞ പൊട്ടൻ. എൻ്റെ ഡയലോഗ് കേരള പോലീസ് അവൻ പറഞ്ഞു, ദി ആർ വെരി 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 ബ്രില്യൻറ്റ്. ചുമ്മാ അല്ല, ചുമ്മാ കളിപ്പാട്ടല്ല. ഇപ്പോൾ MLA എഫ്ഐആറിന് என்ன எஃப்ஐஆர் இல்லை, ஃபஸ்ட்டு நம்ம ரெஜிஸ்டர் பண்ணுறோம். ஏன் இப்போ என் மேலே கேஸே இல்லை? ഒന്നും ഇല്ലല്ലോ. എൻ്റെ മേലെ കേസുണ്ടോ? അവൻ്റെ മേലെ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ. അല്ല, ഈ താങ്കളുടെ പേരിൽ കേസില്ല, ചെയ്ത്താന്റെ പേരിൽ കേസിട്ടുണ്ട്. ഞാൻ അവിടെ ചോദ്യം ഇത് തന്നെയാണ്. കൃത്യമായി പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ കേസെടുത്ത് FIR ഇട്ടിരിക്കുന്നത്. ചാർജ് ഷീറ്റുമായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. ഇനി കോടതിയിലേക്കാണ്, ഇനി കോടതിയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കോടതിയിലാണ് ഇനി പോകുന്നത്. ചാർജ് ഷീറ്റിന് കോടതിയിൽ പോകുന്നു. അവിടെ തെളിവായിട്ട് വരുന്നത്, വിറ്റ്നസ് ആയിട്ട് വരുന്നത് സന്തോഷ് വർക്കി തന്നെ ആയിരിക്കുമല്ലോ. സന്തോഷ് വർക്കി ഇതിലൊരു ഭാഗമായിരിക്കില്ലേ? ഇല്ല സാർ, ഇല്ല. നാം എന്ന കേസ് കൊടുത്തിരിക്കും? മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്, നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട്. സന്തോഷ് വർക്കി അന്ന് ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജിം കോച്ചും വരണം, എല്ലാം വരണം. ദാറ്റ് കേസ് ഇസ് ബീൻ ക്ലോസ്ഡ്. അത് ക്ലോസ് ആണ്, ക്ലോസ്ഡ്. വാട്ട് ഐ ഹവ് പുട്ട് ഫോർവേഡ്, நான் அடுத்த ஜென்ரேஷனுக்காக, அடுத்த மக்களுக்காக நான் போட்டது என்னங்கிறது யூ வில் அண்டர்ஸ்டாண்ட். അന്ന് കോടതിക്ക് വാ. ഏനാ കുറേ കാര്യങ്ങൾ ഇപ്പം പറയാൻ പാടില്ല. എന്നാൽ കോടതി എടുത്തത് കൊണ്ട് എൻ്റെ വക്കീലെടുത്ത് പെർമിഷനിലാണ് എനിക്ക് പറയാൻ പാടില്ല. ലീഗലാണ് അത്. നമ്മൾ പറയാ, കോടതി ഇരിക്കുന്ന കേസ് നമ്മൾ പറയാറുമില്ല സാധാരണ. ജസ്റ്റിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആഹാ എന്ന് മനസ്സിലാവും. അന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇതല്ലേ ബാല പറഞ്ഞത്, അന്ന് തെളിവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ലക്ഷ്മി നക്ഷത്ര ദുബായിൽ നിന്ന് വിളിച്ചു സംസാരിച്ചു, അന്ന് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. ലക്ഷ്മി കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് ഇട്ടത്. ലക്ഷ്മി അതിനുശേഷം വിളിച്ചിരുന്നു? ഇല്ല, ലാസ്റ്റ് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. വൈഫ് എടുത്തും സംസാരിച്ചിരുന്നു. എന്താ ഗിഫ്റ്റ് വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എലിസബത്ത് പറഞ്ഞു, എലിസബത്തെ എന്താ പറഞ്ഞ നീ പറക്ക പറ, ചോക്ലേറ്റ് എന്നോട് പറഞ്ഞു. ഏത് ചോക്ലേറ്റ് പറഞ്ഞു? അപ്പം എന്ത് പറഞ്ഞേ? ചോക്ലേറ്റ് ഒന്ന് പറയപ്പോൾ ഞാൻ പറഞ്ഞു, ചോക്ലേറ്റിന് പറഞ്ഞ കേട്ടാൽ മാത്രം മതി, ഏത് വേണമെങ്കിലും മേടിച്ചോന്ന് പറഞ്ഞു. അപ്പം അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും ബാക്കൗട്ട് ആവരുത് ചേട്ടാ. എന്നെപ്പോലും ആർട്ടിസ്റ്റ് എല്ലാം, ഞാനും എൻ്റെ അമ്മ കൂടെ ലൈനിലുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ചേട്ടനെ പോലെ ഒരാൾ ഇറങ്ങി വന്നല്ലേ, ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങളുടെ തൊട്ട് തൊഴുകണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതാ. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഇങ്ങനെ എത്ര പേര് ബാലയെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് പേര് വിളിച്ചിട്ട് എല്ലാവരും എന്നോട് വിഷമമാണ്, രണ്ട് കൊടുക്കാൻ. അപ്പൊ അവൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ എന്നെ പണ്ട് സംസാരിക്കാൻ പോയതാ, വേറെ ഒന്നല്ല. രമ്യതയോട് തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ബാല പോയത്. ആ പറയിലും മറ്റേ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അടുത്ത് പറഞ്ഞിട്ട് ബാല ഇറങ്ങിയും വരുന്നു. ശരി, അപ്പൊ ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അവൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ മാത്രം ഉണ്ടെങ്കിൽ, പുള്ളി തോക്കെടുത്ത് വന്നല്ലേ, ഞാൻ മാത്രം ഉണ്ടെങ്കിൽ വെടിവെച്ചെന്നു പറയുന്നു. അപ്പൊ പുള്ളിയുടെ കയ്യിൽ തോക്കുണ്ടോ? അതെ, പുള്ളിയുടെ കയ്യിൽ തോക്കുണ്ടോ? അപ്പൊ എങ്ങനെ വെടിവെച്ചെന്നെ? ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് പറയുന്നു. അതെ അതെ, ഞാൻ മാത്രം വീട്ടിലുള്ളൂ, പുള്ളി തോക്കുമായിട്ട് ഞാൻ മാത്രം ഉണ്ടെങ്കിൽ ഞാൻ വെടിവെച്ചനെ പുള്ളി.
உன் கையில் தோக்கு இருக்கா? இல்லைல்ல. சார், இன்னைக்கு சேனலில் நான் ஓப்பனாக പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. 5 വയസ്സുകാരിയെ അവൻ കൊന്നത് എന്തിനു വേണ്ടിയാ? എന്തുകൊണ്ടാണ്? അവൻ എന്തുകൊണ്ട്? എല്ലാ മനുഷ്യനും മൃഗം തന്നെയാണ്. എൻ്റെ ഉള്ളിലും മൃഗമുണ്ട്, നിങ്ങളുടെ ഉള്ളിലും മൃഗമുണ്ട്. അത് എങ്ങനെ പുറത്തു വരുന്നു വെച്ചാൽ ഈ ഡ്രഗ്സും MDയും കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പൊണ്ണുപെട്ട 5 വയസ്സുകാരി ആലുവയിൽ இந்த மரத்துக்கு கீழே நானே என் ஒய்ஃபு போய் பிரார்த்தித்தோம். ஏன் அது സംഭവിച്ചത്? ഇവൻ പറയുന്നു, ഓപ്പണായിട്ട് ചാനലിൽ ചെകുത്താൻ പറയുന്നു, ഇത് കഞ്ചാവ്, കള്ളുകൂടി, പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ MDMA ഒരുമാതിരിപ്പെട്ട എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ஏன் போலீஸ்லாம் கேட்கலையா? நீங்கள் யாருமே கேட்கலையா? ബട്ട് നടന്മാരെ കുറിച്ച് വരുമ്പോൾ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഗഞ്ചാവും കാര്യങ്ങളും ഒക്കെ ചർച്ചയിൽ വന്നിരുന്നു. ഏൻ ഇവനെ കുറിച്ച് ഒന്നും കേൾക്കില്ല. ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. യെസ്, நான் MD അടിക്കുന്നുണ്ട്, ഗഞ്ചാവ് അടിക്കുന്നുണ്ട്, ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഏൻ യാരും അത് ശ്രദ്ധിക്കുന്നില്ല? സാർ, എൻ്റെ ചോദ്യം ന്യായം തന്നെ. കൃത്യം കൃത്യം. ഞാൻ ഉൾപ്പെടെ ഉള്ളവരോടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. വേറെന്തെങ്കിലും? അത് എന്താണ് ഈ പോലീസ് അത്രയൊന്നും ആക്റ്റീവ് ആകാത്തത്? ഇങ്ങനെ ഒരാൾ പരസ്യമായിട്ട് ഒരു ചാനൽ ചർച്ചയിലിരുന്ന് പറയുന്നു, ഞാൻ MDMA ഉപയോഗിക്കും, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കും, ഞാൻ മദ്യം കഴിക്കും, മദ്യം പോട്ടെ MDMA ഉപയോഗിക്കും എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് കേൾക്കുന്ന എക്സൈസ് ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? കറക്റ്റ് സാർ, ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. സാർ, ഇത് സിനിമ പടമല്ല, റിയൽ ലൈഫ്. അതെ. ഒരു സ്റ്റേഷനിൽ പോകുമ്പോൾ 300 കേസ് ഉണ്ടാവും. എസ്ഐസ്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന സമയം ഉണ്ടാവും. ഒരു സിറ്റിസൺ, ഇங்கே பிறந்த ഒരു സിറ്റിസൺ പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ തന്നെ അവർക്ക് മനസ്സിലാവില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആരെങ്കിലും പോയി കംപ്ലൈൻറ്റ് കൊടുത്തോ? ഈ കാര്യങ്ങൾ സ്വമേധയാ കേസെടുക്കാം. നിങ്ങൾ കൊടുത്തോ? അല്ല, ഈ കാര്യങ്ങൾ സ്വമേധയാ കേസെടുക്കാം. അതും എടുക്കാമല്ലോ. അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. എത്രയോ കാര്യങ്ങൾ മനസാക്ഷിയെ പറ്റി കേൾക്കറേ. തീർച്ചയായിട്ടും. നിങ്ങൾ ആരും ചെയ്യാതുകൊണ്ട് എന്നെ ദൈവം ഏൽപ്പിച്ചു, ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പോലീസ് എല്ലാവരും വന്നിട്ടുണ്ട്, കോടതിയും വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ട്. ഇനി നിങ്ങളും വരണം. ഞാൻ കൂടെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ഇന്റർവ്യൂ എത്ര വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചു, ദേഷ്യപ്പെട്ടിട്ടുണ്ട്, അറിയാം, മാപ്പു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇല്ലല്ലോ. അല്ല ബാല, ഈ പറയുന്നത് കൃത്യം തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകണം, കൂടെ ഉണ്ടാകും. എൻ്റെ വക്കീലിന്റെ പേര് ഫാത്തിമ. ഞാൻ കണ്ടിരുന്നു ഇവിടെ വന്നിട്ട്. ഞാൻ വിളിക്കുന്നത് ഫാത്തിമ അമ്മനാ വിളിക്കുന്നത്. എൻ്റെ അടുത്ത് ഫാത്തിമ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നെ അണ്ണാന്നാ വിളിക്കുന്നത്. ബാല അണ്ണ, സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി വന്നു. ഇപ്പോൾ എനിക്കെന്നോ ഒരു കുടുംബമായിട്ട് തോന്നുന്നുണ്ട്. ഒറ്റ പൈസ വേണ്ട, இந்த கேஸ் ஜெயிக்கணும்னா. நான் ஹிந்து, அவங்க முஸ்லீம். പണ്ട് ഫോർട്ട് കൊച്ചിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൊറോണ സമയത്ത് അറിയാമല്ലേ, ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക് പോയത്. ഒറ്റയ്ക്ക് പോയി. സാർ, there is no religion. സ്നേഹം மட்டும்தான் ജയിക്കും. ഇതിൽ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഉണ്ട്. മതമേ ഇല്ല ഇതിനകത്ത്. ஏன்னா இது எடுத்து പറയുന്ന റീസൺ തന്നെ അടുത്ത വീഡിയോയിൽ മതം ഉണ്ടെന്ന്. ഇപ്പൊ ഞാൻ പറയുന്നു, 2000 വർഷം മുമ്പ്, 2000 ഇയേഴ്സ് മുമ്പ്, കേട്ടട തമ്പി, ബെൻസ് കാർ ഉണ്ടായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ പറയുന്നു ബെൻസ് കാർ ഉണ്ടായിരുന്നു 2000 വർഷം മുമ്പ്. കള്ളത്തന്നല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ 2000 വർഷം മുമ്പ് മതം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അത് അക്സെപ്റ്റ് പണ്ണ. 2000 വർഷം മുമ്പ് ഇല്ല.
പിന്നെ മനുഷ്യൻ ഉണ്ടാക്കിയതാ അത്. നീ ഹിന്ദു, നീ ക്രിസ്ത്യൻ, நான் முஸ்லீம். ஜீசஸ் கிறிஸ்டினா? ஜீசஸ் கிறிஸ்டின் இல்லை, ஜீசஸ் யூதுவர். ஜீசஸ் கிறிஸ்டின் இல்லை. கிறிஸ்டியானிட்டி வாஸ் கிரியேட்டட். ஐ லவ் பைபிள், ஐ லவ் ஜீசஸ். எனக்கு லிவர் கொடுத்ததே ஜோசப் ஜேக்கப், ஒரு கிறிஸ்டியானி தான் எனக்கு தந்தார். நம்மளை மதத்தை விட்டுட்டு ஸ்நேகத்தை மட்டும் பரப்புனா நம்ம எல்லாருமே ஒட்டக்கட்டாயிட்டு நியாயமாயிட்டு இருக்கலாம் எல்லா காரியத்திலும். புரியுதா உங்களுக்கு? ഒരുമിച്ച് നിന്നാൽ കീഴ്പ്പെടുത്താത്ത ഒന്നുമില്ല. ஒண்ணுமே இல்லை. அந்த தெய்வமே இறங்கி നിങ്ങളെ സപ്പോർട്ട്. ദൈവം വരും, ഇറങ്ങി വരും. ഈ കേസിൽ ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞു ബാലയോടൊപ്പം. ബാലയുടെ ഒരു പുനർജന്മമാണ്. ആ പുനർജന്മത്തിൽ ഏറ്റവും മനുഷ്യത്വമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചെയ്യുന്നു. അപ്പോൾ ദൈവം കൂടെ ഉണ്ടല്ലോ. നമ്മളെല്ലാം ദൈവവിശ്വാസിയാണല്ലോ, അല്ലെ? അതിനൊരു മാറ്റവുമില്ല. ബാല ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഒരു കാര്യം കൊണ്ട് പറയാം, എൻ്റെ വീട്ടിൽ വന്നിട്ട് 2 പ്രാവശ്യം നിങ്ങളുടെ കൈ കൊണ്ട് ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആലപ്പിയിലിരുന്ന് 2 കാല് വയ്യാത്ത, അതായത് 17 വർഷമായിട്ട് കിടക്കുന്ന ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏകാണ്ട് നിമിഷങ്ങളെത്തും. ഡേ എപ്പോൾ എത്തുവോ? ഹാഫ് ആൻ അവറിൽ എത്തുവാണെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് ആ ചെക്ക് കൊടുക്കുക. അപ്പം മനസ്സിലാവും എല്ലാവർക്കും. ഒറ്റ ഒരു കാര്യം കൂടെ എല്ലാവരും മുമ്പ് വെച്ച് പറയാം. ஏன் இந்த வீடியோலாம் எடுத்து சேனல் இடணும்? இந்த கை கொடுக்குறது இந்த கைக்கு தெரியக்கூடாது. இந்த டைலாக்லாம் எனக்கும் அறியாம். என்ன இந்த சேரிட்டி ஒர்க்கு மதம் வச்சுட்டு, பொலிட்டிக்ஸ் வச்சுட்டு, பைசா வச்சுட்டு, பின்ன கிளப் வச்சுட்டு என்னை ஒதுக்கியது எத்தனை பேர் நினைக்கிறேன். ஒற்றைக்கு நான் நின்னதா? അതുകൊണ്ടാണ് ഞാൻ തെളിവിടുന്നത്. ഫോർ മൈ സേഫ്റ്റി. நான் என்ன ஃபினான்ஸ் நடத்துகிறேன்னா பேங்க் இல்லை, கஷ்டப்பட்டு உண்டாக்குன காசு, கஷ்டப்பட்டு நான் கொடுக்குறேன். அது ആദ്യം മനസ്സിലാക്കണം. കമൻറ്റ് ഇടുമ്പോൾ വൈ ആർ യു പോസ്റ്റിംഗ് ദിസ്? യെസ്, 90% അന്വേഷിക്കുന്നുണ്ട്, 10% പക്കാ ഫ്രോഡുകളാണ്. ഞാനും പെറ്റുപോകും. ഇന്ന് ആ മൈക്ക് പിടിച്ച് അതാ ഞാൻ പറഞ്ഞത്. ഒരു പയ്യനെ ഞാൻ രക്ഷപ്പെടുത്തി. ഇന്നലെ രാവിലെ ഒരു പെണ്ണ് ഞാൻ രക്ഷപ്പെടുത്തുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഫീസും അടച്ച് ആ പെണ്ണ് പറയാ, ഈ പയ്യനെ അറിയാമോ? അറിയാം. ഓർമ്മയിലല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറയുമ്പോൾ, ചേട്ടാ ഇതാണ് ചാറ്റിങ്, എന്നെ കൂടെ കിടക്കാൻ പറയുന്നുണ്ട്, കൂടെ കിടക്കാൻ പറയുന്നുണ്ട്. വിളിച്ചു ഞാൻ ഫോണിൽ. മോനെ ഇനി കേരളത്തിൽ അപ്പടിയെല്ലാം നടക്കാതിപ്പ, സോറി ചേട്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് ക്ലിപ്പ് അയച്ചു. ഡൗട്ട് ഇത് കഴിഞ്ഞിട്ട് അവനും നന്നായിരിക്കട്ടെ, അവനും നന്നായിരിക്കട്ടെ. ഇനി മേലാൽ ഈ തെറ്റ് ചെയ്യരുത്. കഷ്ടപ്പെടുന്ന സ്ത്രീകളെ നിന്റെ വഴിക്ക് കൊണ്ടുവന്നിട്ട് ആക്കാന്ന് വിചാരിക്കരുത്. നടക്കൂല. മരിക്കുന്നവരെ ബാല എങ്ങനെയായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇരിക്കണം. പല 2 കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. പല ജീവിതത്തിലേക്ക് തിരിച്ചു വരവ്. ഞാൻ എപ്പോഴും കൈകൂട്ടി കുമ്പിടുന്ന വൈഫിന്റെ അടുത്താണ്, എലിസബത്തിന്റെ അടുത്ത്. എലിസബത്ത്, അതിന്റെ 2 കാര്യങ്ങൾ എലിസബത്ത് ചോദിക്കും. അല്ല, 2 കാര്യങ്ങൾ അതിനകത്ത്. ബാലയ്ക്ക് അത്രയും സപ്പോർട്ട്, താങ്ങും തണലുമായി നിന്നു ഹോസ്പിറ്റലിൽ. നിങ്ങൾ ഇടയ്ക്കൊന്ന് പിരിഞ്ഞു എന്ന് പറഞ്ഞ വാർത്ത, അന്ന് ഞാൻ ഇവിടെ വന്നു. അന്ന് എന്റെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ എടുത്താണ് എലിസബത്ത്. ഇത് ശ്രദ്ധിക്കുക, എന്റെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ എടുത്താണ്. ആ ആശുപത്രിയിൽ ഞാൻ പുറത്തുണ്ടായിരുന്നു, അകത്ത് കാണാൻ എനിക്ക് ബാലയെ കാണാൻ കഴിയില്ല. അന്ന് എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരുന്ന എലിസബത്ത്. ഇന്ന് ഞാനൊരു ഫംഗ്ഷന് പോയപ്പോഴും എലിസബത്ത് കൂടെ ഉണ്ട്. എലിസബത്ത് എപ്പോഴും പറയുന്ന ഒരു സ്ത്രീയാണ് ഏറ്റവും വലുത്, അല്ലെ? അമ്മയായും തായയായും എല്ലാം നിൽക്കുന്ന സ്ത്രീയാണ്. ആ ഒരു കൂട്ടുകെട്ടാണ് നിങ്ങളുടെ, അല്ലെ? ആ എലിസബത്തിന് എന്താണ് ബാലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എത്ര സ്നേഹം കൊടുത്താൽ മതിയാകും? ആടി ഇപ്പോഴും ഒരു കാര്യമില്ല, എൻ്റെ സ്നേഹം എന്താണ് അവൾ തിരിച്ചറിഞ്ഞില്ല. ഒരു മകളെ கதற எழுந்தேன் என் கண்ணு முன்னாடியே என் பாப்புவேன். நான் அப்படும் தெய்வத்தோடு ஒரு
ഒരു വിഷമമോ ഒരു ദേഷ്യമോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവം എനിക്കൊരു വൈഫും ഒരു അമ്മയും ഒരു நல்ல ഒരു ഫ്രണ്ടിയും എല്ലാത്തിനും മേലെ എൻ്റെ പാപ്പ പോലെ ഒരു മകളെയും എല്ലാ സ്ഥാനത്തിലും എനിക്ക് കൊടുത്തിട്ടുണ്ട്. അത് അവൾക്ക് ഇപ്പൊ പുരിയാது, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ മനസ്സിലാവില്ല. നിന്റെ അടുത്ത് ചേർത്ത് പിടിക്കുമ്പോഴാണ് ചേരുന്നത് അല്ലേ? மாடி விളിக்குമ്പോ சேரல, சேர்த்து பிடிக்கும்போல சேருவோம். அப்படிலாம் கிடையவே கிடையாது. சிம்பிளா சொல்றேன், உங்களோட சொத்து என்ன, நீங்கள் என்ன வாட்சா, நீங்கள் என்ன பேண்டா, நீங்களோட ஷர்ட்டா, நீங்களோட காரா, அதெல்லாம் இல்லை. அவசான நிமிஷம் கண் அடைக்கும்போ உன் கூட எவ்வளவு பேர் இருக்கான். മരണം എത്തുമ്പോ നിന്റെ ഒപ്പം എത്ര പേരുണ്ട്, അതാണ് നിന്റെ സ്വത്ത്. എന്റെ കണ്ണടയ്ക്കുമ്പോ കേരളമേ ഉണ്ടായിരുന്നു. அப்ப நான் தான் குடிச்சேன். என் பாரிய என்ன கூட இருந்தா, நான் தான் ഏറ്റവും വലിയ ഭർത്താവ് അല്ലേ? തീർച്ചയായിട്ടും. എത്ര പേര് ഓടിപ്പോകും? പോയിട്ടില്ല അതില്. ഇനി എന്നെ കൊല്ലുമെന്ന് എനിക്കറിയില്ല. കണ്ണ് ചിമ്മാതെ നോക്കിയിരുന്നു പല രാത്രികളും, കണ്ണടയ്ക്കാതെ നോക്കിയിരുന്നു പല രാത്രികളിലും. പൊണ്ണു പോലെ നോക്കി, ഒരു ഡൗട്ടും ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. அந்த டைம்லலாம் பயங்கர ദേഷ്യം വരും. எனக்கு தோணும் ஒரு ദിവസം ഇല്ലടി നമ്മ ICUல ഇരുന്നപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അപ്പം ഞാൻ ഒരു കാര്യം അത് ഓപ്പണായിട്ട് പറയാം, ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് എനിക്ക് മോഷൻ അത് ഒരു അപ്പോൾ ഡോക്ടേഴ്സ് ആരും സമ്മതിക്കുന്നില്ല. ഇപ്പം എനിക്ക് തെറി വിളിക്കാനോ ഇത് பண்ணാനോ എനിക്ക് ആ സംസ്കാരം നമുക്കില്ല. ഇവർ പറയും ഞാൻ എൻ്റെ ഇതെന്നറിയോ, ഇപ്പൊ ഒന്നും ഓർമ്മയില്ലല്ലോ. എൻ്റെ കൈ കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് അടിക്കുക പറ്റുന്നില്ല എനിക്ക്. ഇങ്ങനൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇവളൊന്ന് ഫോണില്, ആക്ച്വലി എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ഞങ്ങൾ ലവ് ചെയ്തത്. നിങ്ങൾ ആക്രാന്തം കാണിക്കുക എന്താ പറഞ്ഞു? അല്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചില്ലേ? പുറത്തുനിന്ന് ഫോണിന് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളി അവിടെ ബഹളം വെച്ച് ഭയങ്കര കമായിരുന്നു. 3 ദിവസം ആകുമ്പോഴേക്കും ഓക്കെ. പക്ഷെ എനിക്ക് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. ഫുൾ സെഡേഷനിലാണ് നമ്മളിരിക്കുന്നത്. ഹാപ്പി അല്ല ഇപ്പം? ആ അന്ന് കണ്ട ബാലയാണ് ഇപ്പോൾ. ഇപ്പോൾ ബാലയ്ക്കുള്ള പോസിറ്റീവ് എന്താണ്? കുറച്ചുകൂടി മനസ്സിലാക്കുന്നത്. ആരെ മനസ്സിലാക്കുന്നുണ്ട്? ഭാര്യ എന്ന എലിസബത്തിനെ, എല്ലാവരെയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കി. അന്ന് പറയുമ്പോഴൊക്കെ പല കാര്യം എതിർക്കുമായിരുന്നു. ഇന്ന് അങ്ങനെ എതിർപ്പുണ്ടോ ബാലയ്ക്ക്? അത്രക്കില്ല, എന്നാലും ഉണ്ട് ചെറുതായിട്ടൊക്കെ. ബേസിക് அது வேற ஒன்றும் இல்லை. இப்போ நமக்கு மெடிக்கல் செலவே ரொம்ப காசு வரும். இந்த டைமில் நான் ഒരുപാട് ഹെൽപ്പ് ഇപ്പോഴും ഞാൻ ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവൾ എപ്പോഴും ഒരു കാര്യം ആസ് എ വൈഫ് അവളുടെ ഡ്യൂട്ടി തെറ്റല്ല. ചേട്ടാ ശ്രദ്ധിക്കണം, ഇവളോ ശ്രദ്ധിച്ച് ചെയ്യും, ആലോചിച്ച് ചെയ്യും. അത് പറയേണ്ടത് ഒരു കുടുംബത്തിൽ ഒരാൾ വേണം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ എല്ലാവരും എടുത്തോണ്ട് പോകും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അത്രമാത്രം അനുഭവിച്ചു. അതിൽ ഞാൻ തോറ്റും പോകും, അല്ല തോറ്റു പോവാതിരിക്കാൻ വേണ്ടി അത് പറയാം. തോൽക്കാനുള്ള ജന്മമല്ല ബാലയുടെ.